إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم ألم تر أن الله يعلم ما في السماوات وما في الأرض ما يكون من نجوى ثلاثة إلا هو رابعهم ولا خمسة إلا هو سادسهم ولا أدنى من ذلك ولا أكثر إلا هو معهم أينما كانوا ثم ينبئهم بما عملوا يوم القيامة إن الله بكل شيء عليم. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടെയുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കണേ, പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് രഹസ്യ പരസ്യ ജീവിതങ്ങളെ ക്രമീകരിക്കുന്ന നല്ലവരിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ ആളുകളുടെ ഏറ്റവും പരമപ്രധാനമായി അവരുടെ ഈമാനികമായ ഒരു ഗുണമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ഒരു കാര്യമാണ് ഹയാ അഥവാ ലജ്ജ എന്ന് പറയുന്നത്. ഈമാൻ ധാരാളക്കണക്കിന് ശാഖകളാണ്, 60-ൽ പരം ശാഖകളാണ്. ഏറ്റവും ശ്രേഷ്ഠകരമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠകരമായത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും തെളിമയാർന്ന റബ്ബിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അവൻ മാത്രമാണ് ആരാധ്യൻ എന്ന പരമപ്രധാനമായ വിഷയമാണെങ്കിൽ അദ്നാഹ, അതിൽ ഏറ്റവും താഴെ പടിയിലുള്ളതാണ് ഇമാത്തത്തുൽ അദാ അനിത് തരീഖ്, വഴിയിൽ നിന്ന് ഉപദ്രവങ്ങളെയും ബുദ്ധിമുട്ടുകളെയും നീക്കം ചെയ്തു കൊടുക്കുക എന്നത്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു, വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ വിശ്വാസത്തിന്റെ ഒരു ശാഖയാകുന്നു. ഈമാനിൽ നിന്നുള്ള ഒരു ശാഖയാണ് ലജ്ജാശീലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. മനുഷ്യനെ മറ്റു ജന്തുക്കളിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന പരമപ്രധാനമായ ഒരു ഗുണമാണിത്. ജന്തുലോകത്ത് ലജ്ജ എന്ന് പറയുന്ന, നാണം എന്ന് പറയുന്ന ഒരു സ്വഭാവം ഇല്ല. അതുകൊണ്ട് തന്നെ കാണുന്നതെന്തും ആസ്വദിക്കുക എന്നതും പ്രാപിക്കാൻ കഴിയുന്നതിനെ എന്തിനേയും പരസ്യമായി പ്രാപിക്കുക എന്നതും ജന്തുക്കളുടെ ലോകത്തുള്ള ഒരു സ്വഭാവമാണ്. അത് ആളുകളുടെ മുമ്പിൽ വെച്ചാണെങ്കിലും അല്ലെങ്കിലും അതിന്റെ വിസർജന സമയത്ത് അത് വിസർജിച്ചു കൊണ്ടിരിക്കും. ആളുണ്ടോ ഇല്ലേ, ജനങ്ങളുടെ മുമ്പിലാണോ അല്ലേ എന്നൊന്നും പരിഗണിക്കാതെ കാമം വരുമ്പോൾ തന്റെ ഇണയുമായി ഏതാണ് ഇണ എന്നൊന്നും പരിശോധിക്കാതെ അതിന്റെ കാമപൂർത്തീകരണത്തിനുള്ള മാർഗങ്ങൾ അത് പരസ്യമായി പ്രകടിപ്പിക്കും ചെയ്യും. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ് മനുഷ്യൻ എന്ന് പറയുന്ന ധാരാളക്കണക്കിന് അനുഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് നൽകപ്പെട്ടിട്ടുള്ള
ഒരുപാട് വിശേഷണങ്ങളുടെ അവകാശിയായ മനുഷ്യൻ എന്ന് പറയുന്ന പ്രത്യേകമായ ജന്തുലോകത്തുള്ള ആ മനുഷ്യൻ. ഇവിടെ ആ മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ടുന്ന പരമപ്രധാനമായ ഗുണമായി മുഅ്മിനാണോ അതില്ലെങ്കിൽ അത് നടക്കുകയില്ല എന്നാണ്. കാരണം ഈമാനും ലജ്ജയും പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈമാനുള്ളയിടത്ത് ലജ്ജയുണ്ടാകും, ലജ്ജ നീങ്ങിക്കഴിഞ്ഞാൽ ഈമാൻ സ്ഥലം വിടും. അതുകൊണ്ടൊരു മുഅ്മിന് എപ്പോഴും അവൻ നിലനിർത്തേണ്ടുന്ന സ്വഭാവമാണ് നാണവും അതുപോലെ തന്നെ ലജ്ജയും എന്ന് വളരെ ഗൗരവത്തോടുകൂടി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഈ ലോകത്തേക്ക് നിയോഗിച്ചല്ലോ. ആ പ്രവാചകൻ ഏറെ ലജ്ജാശീലനായിരുന്നു എന്നാണ്. ഏറെ ലജ്ജയുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കുറിച്ച് സഹാബിമാര് പറയുന്നത് അശദ്ദു ഹയാഅൻ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ അശദ്ദു ഹയാഅൻ മിനൽ അദ്റാ. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു അശദ്ദു ഹയാഅൻ മിനൽ അദ്റാ ഫീ ഖിദ്രിഹാ. അന്തപുരത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു കന്യകയേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലജ്ജാശീലനായിരുന്നു. ഫൈദാ റആ ശൈഅൻ യക്റഹുഹു, അവിടുത്തേക്ക് വിമിഷ്ടമുള്ള അല്ലെങ്കിൽ വെറുപ്പുള്ള എന്തെങ്കിലും അവിടുന്ന് കാണേണ്ടി വന്നാൽ അറഫ്നാഹു ഫീ വജ്ഹിഹി, തൽസമയം അവിടുത്തെ മുഖത്തിൽ ഞങ്ങളത് കാണാറുണ്ടായിരുന്നു. അത്രക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയേറെ ലജ്ജയുള്ള ആളായിരുന്നു എന്ന് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖ, എല്ലാ മതത്തിനും ഒരു പ്രത്യേകമായ സ്വഭാവമുണ്ട്. വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ, ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറയുന്നത് അവനിലുള്ള ലജ്ജാശീലമാണ്. ഒരു മനുഷ്യന്റെ ജീവൻ അതിലാണ്. ഹയാത്തും ഹയാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുകയാണ്. ഒരു ചെടിക്ക് വെള്ളം നനയ്ക്കുന്നതാണ് അതിന്റെ പശിമയും അതുപോലെ തന്നെ അതിന്റെ വളർച്ചയുമെങ്കിൽ, അതേപോലെ തന്നെയാണ് ഒരു മുഅ്മിനിന്റെ മുഖത്ത് പ്രകടമാകുന്ന ലജ്ജയാണ് അവന്റെ ഈമാനിന്റെ ലക്ഷണം. അവന്റെ ഈമാനികമായ ജീവൻ അവനിൽ നിലനിൽക്കുന്നതിന്റെ പ്രകടമായ ഉദാഹരണം അവന്റെ മുഖത്ത് പ്രകടമാകുന്ന, അതല്ലെങ്കിൽ അവന്റെ സ്വഭാവശീലങ്ങളിൽ പ്രകടമാകുന്ന ലജ്ജയാകുന്നു എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, മൻ ഖല്ല ഹയാഉഹു ഖല്ല വറഉഹു വമൻ ഖല്ല വറഉഹു മാത ഖൽബുഹു. ആരുടെ ലജ്ജ കുറഞ്ഞു പോയോ അവന്റെ സൂക്ഷ്മത കുറഞ്ഞു പോകും. ലജ്ജ കുറഞ്ഞാൽ പടച്ചവനെ പേടി എന്ന് പറയുന്ന സൂക്ഷ്മത കുറഞ്ഞു പോകും. വമൻ ഖല്ല വറഉഹു, ആരുടെ ആ സൂക്ഷ്മത കുറഞ്ഞു പോയോ മാത ഖൽബുഹു, അവന്റെ ഹൃദയം ചത്തുപോകും, അവന്റെ ഖൽബ് നിർജീവമായി പോകും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം എന്ന് ലോകത്തോട് പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഹയാഉ ലാ യഅതി ഇല്ലാ ബിഖൈർ, നന്മയല്ലാതെ ലജ്ജ കൊണ്ടുവരികയില്ല. അൽ ഹയാഉ കുല്ലുഹു ഖൈറുൻ, ലജ്ജ അതെല്ലാ നിലക്കും ഒരു മനുഷ്യന് ഉത്തമമാണ് എന്നിങ്ങനെ ധാരാളക്കണക്കിന് ഹദീസുകളിൽ ലജ്ജാശീലത്തിന്റെ മഹത്വം, അതില്ലെങ്കിലുള്ള അപകടം, അതൊരു മനുഷ്യനിൽ ഉണ്ടായിരിക്കേണ്ടുന്ന അനിവാര്യത, അതും ഈമാനും തമ്മിൽ എത്രത്തോളം ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കുന്നു എന്നതെല്ലാം ഇസ്ലാം ഗൗരവത്തോടെ പറയുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമീപത്തേക്ക് ഒരു സഹാബി കയറി വരികയാണ്. പ്രവാചകരെ, എന്നെ ഒന്ന് ഉപദേശിക്കണം, എനിക്ക് ചില ഉപദേശങ്ങൾ പറഞ്ഞു തരൂ പ്രവാചകരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഊസീക ബിതഖ്വല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഞാൻ നിന്നോട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹുവിനെ സൂക്ഷിക്കണം. വ അൻ തസ്തഹിയ മിനല്ലാഹ്, അല്ലാഹുവിങ്കൽ നിന്ന് നീ ലജ്ജിക്കണം. കമാ തസ്തഹി റജുലൻ സാലിഹൻ മിൻ ഖൗമിക, നിന്റെ ജനങ്ങളിൽ നിന്ന് സദ്വൃത്തനായ ഒരാളോ കാണുമ്പോൾ നീ എങ്ങനെ ലജ്ജിക്കുന്നുവോ അതുപോലെ ലജ്ജിക്കണം. എന്താണ് പറഞ്ഞതിന്റെ ഉദ്ദേശം? ഒരു മനുഷ്യനൊരു തിന്മ ചെയ്യുമ്പോൾ ഒരു നല്ല ആളുകളുടെ മുമ്പിൽ എത്തുമ്പോൾ എല്ലാവർക്കും ഒരു ലജ്ജയാണ്. അയാൾ കാണൂലേ, അയാൾ കേൾക്കുമല്ലോ. അയാളുടെ മുമ്പിൽ എത്തുമ്പോൾ വളരെ സൂക്ഷ്മത, കാരണം അയാൾ കാണൂലേ, അയാൾ കേൾക്കൂലേ, അയാൾ അറിയൂലേ. അതിനേക്കാൾ ഒരു സാലിഹായ മനുഷ്യൻ കാണില്ലേ, കേൾക്കില്ലേ, അറിയില്ലേ എന്നൊക്കെ വിചാരിച്ച് നീ ലജ്ജിച്ച് തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിനേക്കാൾ
നീ അള്ളാഹുവിങ്കൽ നിന്നാണ് ലജ്ജിക്കേണ്ടത്. പടച്ച റബ്ബാണ്, അവരെക്കാളൊക്കെ നീ ലജ്ജിക്കാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയൊരു വസിയത്ത്. എങ്ങനെയാണ് ലജ്ജ വേണ്ടത്, എന്താണ് ശരിയായ നിലക്കുള്ള ലജ്ജാശീലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, ഇസ്തഹിയു മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ ശരിയായ നിലക്കുള്ള ലജ്ജയുള്ളവരാകണേ വിശ്വാസികളെ. ശരിയായ നിലക്ക് നിങ്ങൾക്ക് ലജ്ജാശീലം വേണം. അപ്പൊ സ്വഹാബത്ത് പറയുകയാണ്, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നാ ലനസ്തഹി വൽഹംദുലില്ലാഹ്, ഞങ്ങൾ ലജ്ജിക്കുന്നുണ്ടല്ലോ പ്രവാചകരെ, ഞങ്ങൾക്ക് ആ ശീലുണ്ട്, ഞങ്ങൾക്ക് നാണവും ലജ്ജയൊക്കെ ഉണ്ട്, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അവരത് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ ദാക്, അതൊന്നുമല്ല. ആ ലജ്ജക്ക് പ്രകൃതിപരമായിട്ട് മനുഷ്യരിലുള്ള ലജ്ജയാണ്. എല്ലാവർക്കും ഉണ്ടാവും ഒരു ലജ്ജ. വിശ്വാസമുള്ളവനും വിശ്വാസമില്ലാത്തവനും ഒക്കെ ചില ഒരു പ്രകൃത്യാ ചില ലജ്ജകളുണ്ട്. മനുഷ്യ പ്രകൃതം തന്നെ, മനുഷ്യരിൽ തന്നെ ഒരു ലജ്ജാശീലമുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാം ഹവ്വാ റളിയല്ലാഹു അൻഹ സ്വർഗത്തിൽ വെച്ച് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ച നേരത്ത് അവരുടെ നഗ്നത വെളിവായി എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നഗ്നത വെളിവായി. എന്താ ഉടനെ അവർ ചെയ്തത്? ഫതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന, സ്വർഗത്തിന്റെ ഇലകൾ എടുത്തുകൊണ്ടവര് നാണം മറക്കാൻ തുടങ്ങി. സ്വർഗത്തിലെ ഇലകൾ പറിച്ചവര് നാണം മറക്കാൻ തുടങ്ങി. മനുഷ്യ പ്രകൃതമാണത്. ലോകത്ത് വന്ന ഒന്നാമത്തെ പുരുഷനും സ്ത്രീയും അവരുടെ ലജ്ജാശീലമാണ് പറയുന്നത്. ഔറത്ത് വെളിവാകുക എന്നുള്ളത് ഒരു മനുഷ്യനാണെങ്കിൽ അവനത് സഹിക്കൂല എന്നാണ്. മനുഷ്യത്തേട്ടമാണ്, മനുഷ്യന്റെ പ്രകൃതിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വലാകിന്നൽ ഇസ്തിഹ്യാഅ മിനല്ലാഹി ഹഖൽ ഹയാ, സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ടുന്ന പരിപൂർണമായ ലജ്ജ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അൻ തഹ്ഫദർ റഅസ വമാ വആ, നീ നിന്റെ തല സൂക്ഷിക്കലാണ്. വമാ വആ, ആ തല ഉൾക്കൊള്ളുന്നവ മുഴുവനും സൂക്ഷിച്ചോളണം. തല ഉൾക്കൊള്ളുന്നവ മുഴുവനും തിന്മയിൽ നിന്ന് സൂക്ഷിച്ചോളണം. തലയിൽ എന്തൊക്കെയുണ്ട്? 2 കണ്ണുണ്ട്, നാവുണ്ട്, കാതുണ്ട്. ഇതൊക്കെ സൂക്ഷിച്ചോളണം. നിന്റെ തല, ആ തല ഉൾക്കൊള്ളുന്നവയെ മുഴുവനും നീ തിന്മയിൽ നിന്ന് സൂക്ഷിച്ചോളണം. വതഹ്ഫളൽ ബത്ന വമാ ഹവാ, നിന്റെ വയറിനെ നീ സൂക്ഷിക്കണം. വമാ ഹവാ, ഉൾക്കൊള്ളുന്നവയെയും നീ സൂക്ഷിക്കണം. ആമാശയത്തിലേക്ക് ഹറാമ് ഇറക്കാൻ പാടില്ല. നിന്റെ വയറിന്റെ അടിഭാഗത്തുള്ള ലൈംഗികാവയവത്തെ നീ സൂക്ഷിച്ചോളണം. അതൊക്കെയും നീ ഹറാമിൽ നിന്ന് രക്ഷിച്ചോളണം. മരണത്തെ എപ്പോഴും നീ ഓർത്തുകൊണ്ടിരിക്കണം. ഞാൻ മരിക്കാനുള്ളവനാണ്, എന്റെ ബോഡി നശിക്കാനുള്ളതാണ്. ഈ കണ്ണും കാതും നാവും എന്റെ ലൈംഗികാവയവവും എന്റെ വയറും ഞാൻ ഉൾക്കൊള്ളുന്ന ഞാനാകുന്ന മനുഷ്യൻ മുഴുവനും മണ്ണിലേക്ക് പോയി നശിക്കാനുള്ളതാണ്. അതുകൊണ്ട് വമൻ അറാദൽ ആഖിറത, ആരെങ്കിലും പരലോകത്തെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തറക സീനത്തദ് ദുനിയാ, ഈ ലോകത്തുള്ള അലങ്കാരങ്ങളെ അവൻ ഉപേക്ഷിക്കുന്നു. ഹറാമായ നിലക്കുള്ള ഒരു അലങ്കാരം ഈ ദുനിയാവിൽ എനിക്ക് വേണ്ട, അതെനിക്ക് വേണ്ട. അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ഒരു അലങ്കാരം, അള്ളാഹ് ഹറാമാക്കിയ ഒരു അലങ്കാരം ദുനിയാവിൽ അതെനിക്ക് വേണ്ട, കാരണം ഞാൻ ആഖിറമാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഒരാൾ സൂക്ഷിച്ച് പ്രവർത്തിച്ചാൽ, ഫമൻ ഫഅല ദാലിക, ആരെങ്കിലും ഇതൊക്കെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ഫഖദ് ഇസ്തഹ്യാ മിനല്ലാഹി ഹഖൽ ഹയാ, അവൻ ശരിക്കും അള്ളാഹുവിന്റെ കാര്യത്തിൽ ലജ്ജിക്കേണ്ടതിലേക്ക് എത്തിയിരിക്കുന്നു, ലജ്ജയുള്ളവനായിരിക്കുന്നു. ഇവിടെയാണ് സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടത്. ശരിയായ ലജ്ജാശീലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചതെന്താ? കണ്ണിനെ ഹറാമില്ലെന്ന് പിൻവലിക്കണം. ഒരു ലജ്ജയില്ലാതെ എന്തിലേക്കും നോക്കി രസിക്കുക. ലജ്ജയുള്ളവൻ അത് ചെയ്യൂല. എന്തും കേട്ട് രസിക്കുക. ലജ്ജയുള്ളവന്റെ കാത് അതിന് കിട്ടൂല. എന്തും പറയാ നാവുകൊണ്ട്, ലജ്ജയുള്ളവനെ അതിന് കിട്ടുകയില്ല. ഏത് വൃത്തികെട്ട സംസ്കാരത്തിലേക്കും പോവുക, ലജ്ജയുള്ളവനെ കൊണ്ട് അതിന് കഴിയൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, ലജ്ജയില്ലെങ്കിൽ നീ എന്തും ചെയ്തോളൂ. ലജ്ജയില്ലെങ്കിൽ എന്തും ചെയ്തോളൂ. എന്താ ഇതിന്റെ അർത്ഥം? ലജ്ജയില്ലാത്തവന് എന്തും ചെയ്യാം, അവന് എന്തും ചേരും. അവനോടൊന്നും പറഞ്ഞിട്ടില്ല, അവനോട് പറഞ്ഞിട്ട് പ്രയോജനമില്ല. നാണമില്ലാത്തവൻ എന്തും ചെയ്യും. അതുകൊണ്ട് നാണവും മാനവും എന്ന് പറയുന്ന ഒരു ഗുണം വിശ്വാസികൾക്ക് ആവശ്യമാണ്. അറിയാതെ പോലും ഔറത്ത് വെളിവാകുന്നത്
ലജ്ജയോടുകൂടി ഓർത്ത് ഭയപ്പെട്ടവരാണ് മുൻഗാമികളായ സഹാബ വനിതകൾ. അറിയാതെ, അറിഞ്ഞിട്ടല്ല. മദീനയിൽ ഒരു സഹാബ വനിതയുണ്ടായിരുന്നു. ഒരു സഹാബ വനിത, അവർക്കൊരു അസുഖം ഉണ്ടായിരുന്നു. ബോധം കെട്ട് വീഴും. ഇടക്കിടക്ക് ബോധം കെട്ട് വീഴുമ്പോ മഹദിയെ സംബന്ധിച്ചിടത്തോളം ബോധം തെളിയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അരികിൽ നിന്നിട്ട് ഒരിക്കൽ പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് വേണ്ടി ഒന്ന് അള്ളാഹിനോട് ദുആ ചെയ്യണം. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ഇടക്കിടക്ക് ബോധം കെട്ട് വീഴാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹദിയോട് പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഞാൻ വേണമെങ്കിൽ ദുആ ചെയ്യാം. പക്ഷേ നിങ്ങൾ സഹിക്കുകയാണെങ്കിൽ ഫലക്കിൽ ജന്നാ, നിനക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ മഹദിയായ സഹാബ വനിത നബി തങ്ങളോട് പറയുകയാണ്, പ്രവാചകരെ, ഞാൻ സഹിച്ചോളാം, എനിക്ക് പ്രശ്നമില്ല, എനിക്ക് സ്വർഗം തന്നെയാണ് വേണ്ടത്, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. പക്ഷേ ഞാനിങ്ങനെ വീഴുമ്പോൾ എനിക്കൊരു പ്രശ്നമുണ്ട്, അതെനിക്ക് സഹിക്കാനാവില്ല, അത് തുടരാൻ എനിക്ക് ആവില്ല, അത് നീങ്ങിക്കിട്ടാൻ റബ്ബിനോടൊന്ന് ദുആ ചെയ്യണം. അതെന്താണെന്നല്ലേ, ഞാനിങ്ങനെ ബോധരഹിതയായി വീഴുമ്പോ എന്റെ ശരീരത്തിൽ നിന്ന് വസ്ത്രം ഞാൻ അറിയാതെ നീങ്ങിപ്പോകുന്നു നബിയേ. അത് അന്യാണുങ്ങൾ കാണാൻ ഇടവരുന്നു, അവരത് കാണാൻ ഇടവരുന്നു. അതെനിക്ക് ഓർക്കുമ്പോ സഹിക്കാനാകുന്നില്ല. അതുകൊണ്ട് എന്റെ ഔറത്ത് വെളിവാകുന്ന ഒരു പ്രശ്നമില്ലാതിരിക്കാൻ ദുആ ചെയ്യണേ. സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ മഹദിയുടെ അപേക്ഷ. ഞാൻ വീണോട്ടെ, എനിക്കത് പ്രശ്നമല്ല, ഞാൻ സഹിച്ചോളാം, എനിക്ക് സ്വർഗം ഉണ്ടല്ലോ, വീഴുന്നത് എനിക്ക് പ്രശ്നമല്ല. പക്ഷെ എൻ്റെ ഔറത്ത് വെളിവാകുണ്ട്. ഞാൻ വീഴുമ്പോൾ എൻ്റെ തുണി ശരീരത്തിൽ നിന്ന് നീങ്ങുന്നുണ്ട്, അത് മറ്റുള്ളവർ കാണും, അതെനിക്ക് സഹിക്കൂല. നോക്കണം നിങ്ങൾ, മഹദിയായ ആ സ്വഹാബ വനിത എവിടെ? ഇന്നത്തെ നമ്മുടെ പെണ്ണുങ്ങൾ എവിടെ? പരസ്യമായി തന്റെ ഔറത്ത് വെളിവാക്കി ആണുങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി നടക്കുന്ന പെണ്ണുങ്ങൾ. എന്റെ സഹോദരന്മാര് ശ്രദ്ധിച്ചോ, നിങ്ങൾ അയച്ചു കൊടുക്കുന്ന, നിങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന ഡ്രസ്സും എടുത്തുകൊണ്ട് നിങ്ങളുടെ പെണ്ണ് അവളുടെ ഔറത്ത് വെളിവാക്കി പുറത്തേക്ക് ഇറങ്ങുന്നുവെങ്കിൽ അതിന്റെ ശിക്ഷ നിങ്ങൾക്ക് കൂടിയാണെന്ന് ഗൗരവത്തോടെ മനസ്സിലാക്കണം. നാം അയച്ചു കൊടുക്കുന്ന ഡ്രാഫ്റ്റ് കൊണ്ട്, പൈസ കൊണ്ട് അതേ തുണി ഷോപ്പിൽ പോയിട്ട് ഇറുകിയ വസ്ത്രം ധരിച്ച് തന്റെ ശരീരത്തിന്റെ മാംസളഭാഗങ്ങളെ അന്യാണുങ്ങളുടെ കണ്ണുകൾക്ക് കൊത്തിപ്പറിക്കാൻ വിട്ടുകൊടുക്കുന്ന പെണ്ണാണ് നമ്മുടെ പെണ്ണെങ്കിൽ ആ പെണ്ണ് എവിടേക്കാണ് പോകാനുള്ളത്? നരകത്തിലേക്കാണ്. ആ നരകത്തിലേക്ക് പോകുന്ന പെണ്ണിന്റെ സഹായിയായ നമ്മളും പോകുന്നത് അങ്ങോട്ടായിരിക്കും. ഇത് ഗൗരവത്തോടെ ചിന്തിക്കണം. അറിയാതെ ശരീരത്തിൽ നിന്ന് ഡ്രസ്സൊന്ന് നീങ്ങിപ്പോകുന്നത് സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല സ്വഹാബ വനിതകൾക്ക്. ഇവിടെയാണ് അറിഞ്ഞുകൊണ്ട് ഔറത്തും വെളിവാക്കി പരസ്യമായി അങ്ങാടിയിലൂടെ, മാർക്കറ്റിലൂടെ, പാർക്കുകളിലൂടെ, ബീച്ചുകളിലൂടെ, കടലോരങ്ങളിലൂടെ നമ്മുടെ പെണ്ണുങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ഗുരുതരമാണത്! അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലജ്ജയില്ലെങ്കിൽ പെണ്ണേ, അതുപോലെ തന്നെ സർവ്വ മനുഷ്യരോടും പറയുകയാണ്, ലജ്ജയില്ലെങ്കിൽ എന്തും ചെയ്തോ. അവരാണ് പരസ്യമായി ചുംബിക്കാൻ ഇറങ്ങിയത്. അവരാണ് ഇനി അന്ത്യനാളിന്റെ ലക്ഷണമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പരസ്യമായി പെണ്ണുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും മുതിരുന്ന ലോകമാണ് വരാൻ പോകുന്നത്. അത് ലൈവായി പ്രദർശിപ്പിക്കുന്ന ഒരു കാലഘട്ടം വരും. പരസ്യമായി ഔറത്ത് വെളിവാക്കി സ്റ്റേജിൽ കയറി പാടുന്ന പെണ്ണിനും അവൾക്കും അസുഖം ഇത് തന്നെയാണ്, ലജ്ജയില്ലായ്മയാണ്. അതുകൊണ്ട് ആ നിലക്കുള്ള ഒരു പ്രവർത്തനങ്ങളോടും സഹകരിക്കാതെ നമ്മുടെ ഭാര്യയാണെങ്കിലും പെങ്ങളാണെങ്കിലും മകളാണെങ്കിലും ആരാണെങ്കിലും അതിനു വേണ്ട രൂപത്തിലുള്ള ഒരു കാര്യത്തിലും സഹായിച്ചു കൊടുക്കാതെ പുണ്യത്തിന്റെയും സൂക്ഷ്മതയുടെയും കാര്യങ്ങളിൽ മാത്രം സഹകാരികളാകൂ. വലാ തആവനൂ, നിങ്ങൾ സഹകരിച്ചു കൊടുക്കരുത്, നിങ്ങൾ സഹായികളാവരുത്. അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിന്റെയും കുറ്റത്തിന്റെയും ശത്രുത വളർത്തുന്നതും കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സഹായിച്ചു പോകരുതേ. അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് വളരെ കൃത്യമായി നമ്മളുടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഉണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ലജ്ജ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ കാണുമ്പോൾ, കേൾക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, ഇടപെടുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ആ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ
പുണ്യകരമായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പ്രേരകമാവേണ്ടത് ഈ ഒരു ഗുണമാണ്. തിന്മകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന്, കറാഹത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കുവാൻ നമുക്ക് പ്രേരകമാവേണ്ടത് ഈ ഒരു ഗുണമാണ്. ഇത് നമ്മിൽ എത്രത്തോളം ജ്വലിച്ചു നിൽക്കുന്നുവോ അത്രത്തോളം ഈമാൻ കൂടും. ഇത് എത്രത്തോളം കുറയുന്നുവോ ഈമാൻ കുറയും. അതുകൊണ്ടാണ് പരസ്യമായി ഇന്ന് ആളുകൾക്ക് ലോകമിങ്ങനെ വളർന്നു വലുതായപ്പോ, ഒരുപാട് മാറ്റങ്ങൾ വന്നപ്പോ പല തിന്മകളും നന്മകളായി മാറിക്കഴിഞ്ഞു. പണ്ടൊക്കെ ഒന്ന് പുറത്തിറങ്ങുമ്പോ ചുമരുകളിൽ ഒരു സിനിമാ പോസ്റ്റർ കണ്ടാൽ വല്ലാത്തൊരു ജാള്യതയായിരുന്നു നമ്മുടെ മുൻഗാമികൾക്ക്. പുതിയ ഒരു തലമുറ, നമ്മളടങ്ങുന്ന ഒരു തലമുറ വന്നപ്പോഴേക്ക് മാറ്റങ്ങൾ ഏറെയായി. അതിനേക്കാൾ മോശമായി നമ്മുടെ കൈകളിലുള്ള മൊബൈലുകളിലേക്ക് എല്ലാ നിലക്കും അശ്ലീലതകളും വൃത്തികേടുകളും നിറഞ്ഞ ഒരു ലോകത്ത് ജീവിക്കുമ്പോ വല്ലാത്ത ഒരു ഹയാ ഇല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂല. ഹയാ ശുഅബത്തും മിനൽ ഈമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാ പറഞ്ഞത്. അത് ഈമാനിന്റെ ശാഖയാണ്. അതൊരു കേവലം പ്രകൃതി സ്വഭാവമായിട്ട് കാണേണ്ടതല്ല, അത് ഈമാനാണ്. അതുള്ളയിടത്ത് ഈമാൻ ഉണ്ടാകും, അതില്ലാതെയായാൽ ഈമാൻ നഷ്ടപ്പെട്ടു പോകും സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഈമാനിനെ വളരെയേറെ സൂക്ഷ്മതയോടുകൂടി നിലനിർത്തുവാൻ ലജ്ജാശീലം എന്ന് പറയുന്ന ഏറ്റവും മഹത്വമേറിയ ഈ ഗുണത്തെ നമ്മൾ നിലനിർത്തുക. അല്ലാഹു റബ്ബുൽ ആലമീനിനോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. സർവ്വലോക പരിപാലകനായ റബ്ബ് യഥാർത്ഥമായ വിശ്വാസികൾക്കുള്ള ഏറ്റവും പ്രത്യേകമായ ആ ലജ്ജാശീലം നമ്മളിൽ എല്ലാ സമയത്തും നിലനിർത്തിക്കൊണ്ട് നമ്മെ എല്ലാവരെയും സൂക്ഷ്മാലുക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇസ്ലാം വളരെയേറെ പ്രോത്സാഹിപ്പിച്ച മഹത്വമേറിയ ഗുണമാണ് ലജ്ജാശീലം. എന്നാൽ അതിൻ്റെ ഒരു മറുവശമുണ്ട്. ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച ലജ്ജയും വിരോധിച്ചിട്ടുള്ള ലജ്ജയും ഉണ്ട്. ലജ്ജിക്കേണ്ടിടങ്ങളിൽ മാത്രമേ ലജ്ജിക്കാവൂ. ലജ്ജ വേണ്ടാത്തിടത്ത് അത് ദോഷം ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബിമാർ, ആ സഹാബിമാരിൽ നിന്ന് ദീൻ പഠിച്ച താബിഉകൾ, അവരൊക്കെ തന്നെ മഹാന്മാരായ പ്രവാചകന്മാർ, എല്ലാവരും സത്യം തുറന്നു പറയുന്ന കാര്യത്തിൽ അവർക്ക് ലജ്ജയില്ലായിരുന്നു. സത്യത്തെ സമൂഹത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതിൽ അവർ ലജ്ജിച്ചിട്ടില്ല. ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖ്. ഹഖ് പറയുന്നതിൽ, ഹഖ് വെളിപ്പെടുത്തുന്നതിൽ അല്ലാഹു ലജ്ജിക്കുന്നവനല്ല. അതുകൊണ്ട് തന്നെ സത്യം തുറന്നു പറയുന്നതിൽ നമുക്ക് ലജ്ജയുണ്ടാവരുത്. തിന്മ കണ്ടാൽ അതിനെ എതിർക്കാൻ നമുക്ക് കഴിയുന്നിടത്തോളം എങ്ങനെയാണോ നമ്മുടെ കഴിവെങ്കിൽ ആ കഴിവ് ഉപയോഗപ്പെടുത്തുന്നതിൽ ലജ്ജിക്കരുത്. അതുപോലെ തന്നെ വിവരമില്ലാത്ത ഒരു കാര്യം വിവരമുള്ളവരോട് ചോദിച്ച് പഠിക്കുന്നതിലും നമുക്ക് ലജ്ജയുണ്ടാവരുത്. മഹാനായ ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം, അദ്ദേഹം പറയുകയുണ്ടായി, ലാ യതഅല്ലമുൽ ഇൽമ മുസ്തഹിയിൻ വലാ മുസ്തക്ബിറുൻ. രണ്ട് കൂട്ടർ പുതിയതൊന്നും പഠിക്കുകയില്ല. രണ്ട് സ്വഭാവമുള്ള ആളുകൾ ഒന്നും പഠിക്കുകയില്ല പുതിയതൊന്നും. ഒരു ഗുണം എന്താ പറഞ്ഞത്? ഒരു സ്വഭാവം മുസ്തഹീൻ, ലജ്ജയുള്ളവനൊന്നും പഠിക്കൂല. കാരണം ഒരാളോട് ചോദിക്കുമ്പോ അയാൾക്ക് എന്താ എന്നെ കുറിച്ച് വിചാരിക്കുക, ഇതുപോലും ഇയാൾക്ക് അറിയില്ല എന്നല്ലേ ഇപ്പൊ ആ ചോദ്യത്തിന്റെ അർത്ഥം എന്ന് ചോദിക്കപ്പെട്ട അയാൾക്ക് മനസ്സിലായി പോകൂലേ എന്ന് വിചാരിച്ച് കാലാകാലം എനിക്കൊരു വിവരക്കേടുണ്ടെങ്കിൽ ഞാനത് ഒരാളോട് ചോദിക്കൂല. അതെന്താ ചോദിച്ചു പഠിക്കാത്തത്? ഇതാണ് അസുഖം. എത്ര നിസ്സാരമായിട്ടാണ് ഇപ്പൊ നമ്മളിപ്പോ അങ്ങനത്തെ ഒരു കാര്യം ഇതുവരെ ഇയാൾക്ക് അറിയില്ലായിരുന്നോ? എങ്ങനെയാണ് സോക്സുമ്മൽ തടവുക? ഇതിപ്പോ ഒരാൾ ചോദിച്ചു എന്ന് വിചാരിക്കും, ചോദിക്കാൻ അയാളെ മനസ്സിൽ തോന്നി, അയാളെ മനസ്സിൽ ശൈത്താട്ട് കൊടുക്കണം, അതൊന്നും പോയി ചോദിക്കണ്ട. ഏത് കാലം മുതൽക്ക് പഠിക്കൽ തുടങ്ങിയതാണ്? മദ്രസയിൽ നിന്ന് പഠിക്കാൻ തുടങ്ങിയതല്ലേ? ഹുഫ തടവൽ, മേൽജോടി തടവൽ, സോക്സ് തടവൽ, അല്ലെങ്കിൽ ഉളൂഇന്റെ ഒരു സംശയം, നിസ്കാരത്തിലെ ഒരു സംശയം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിലെ നമുക്ക് നിസ്സാരമായി തോന്നാവുന്ന ചില വിഷയങ്ങൾ,
അറിവില്ല നമുക്കത്. പക്ഷെ ഒരാളോട് ചോദിക്കാനൊരു മടി, അതെന്താ? ചോദിച്ച അയാളെന്താ എന്നെ കുറിച്ച് വിചാരിക്കും? മോശല്ലേ, എനിക്ക് ഇത്രയും നാളും പ്രായമൊക്കെ ആയിട്ട് അതുപോലും എനിക്ക് അറിയില്ല എന്നല്ലേ അയാൾ എന്നെ കുറിച്ച് മനസ്സിലാക്കുക. അങ്ങനത്തെ ആളുകൾ ഒരു കാലത്തും പഠിക്കുകയില്ല എന്ന് ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ്, താബിഈ പണ്ഡിതനാണ് ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ്, അദ്ദേഹം പറയാണ്. സഹീഹ് ബുഖാരിയിൽ നമുക്ക് കാണാം. അപ്പൊ ലജ്ജ പാടില്ല. എന്തിന്? അറിവില്ലാത്തൊരു ചോദിച്ചു പഠിക്കുന്നതിൽ ലജ്ജിക്കേണ്ടതില്ല, ചോദിച്ചു പഠിക്കുന്നതിൽ ലജ്ജിക്കേണ്ടതില്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നുണ്ട്, അതും ബുഖാരിയിൽ നമുക്ക് കാണാം, നിഅമൻ നിസാഉ നിസാഉൽ അൻസാർ, അൻസാരി വനിതകൾ എത്ര നല്ല പെണ്ണുങ്ങളാണ്, അൻസാരി പെണ്ണുങ്ങൾ എത്ര നല്ല പെണ്ണുങ്ങളാണ്. എന്താ കാരണം? ലം യംനഉന്നൽ ഹയാഉ അൻ യതഫഖഹന ഫിദ്ദീൻ, മതപരമായ കാര്യങ്ങളിൽ അവർക്ക് സംശയമുള്ളത് ചോദിച്ചു പഠിക്കുന്നതിന് അവർക്ക് ലജ്ജ ഒരിക്കലും തടസ്സമായിട്ടില്ല. ഒരു ലജ്ജയില്ലാതെ അവർ ചോദിക്കും. ആ വിഷയത്തിൽ ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. അൻസാരി പെണ്ണുങ്ങൾ ഒരു ലജ്ജയില്ലാതെ തന്നെ അവർക്ക് ചോദിക്കേണ്ടതൊക്കെ അവർ ചോദിച്ചിരുന്നു. ഇനി വല്ല ലജ്ജയും മനുഷ്യസഹജമായിട്ടുണ്ടോ, എന്നാലും നമ്മൾ ചോദിക്കാതിരിക്കരുത്. ഡയറക്റ്റ് ആയിട്ടല്ലെങ്കിൽ വേറൊരാൾ മുഖേനെങ്കിലും ചോദിക്കണം, ചോദിക്കാതിരിക്കരുത്. ചിലപ്പോൾ മനുഷ്യനക്ക് അങ്ങനെ ഒരു ലജ്ജ ഉണ്ടാവും. അലി റളിയല്ലാഹു തആല അൻഹു അതിന് ഉദാഹരണമാണ്. അള്ളാഹിന്റെ റസൂലിനോട് ചോദിക്കേണ്ടത് ഒരു സ്വകാര്യ സംശയ, പക്ഷേ അമ്മോശാക്കല്ലേ, മകളെ ഭർത്താവല്ലേ, എങ്ങനെയാ റസൂലുള്ളാഹിനോട് ചോദിക്കുക? അദ്ദേഹത്തിന്റെ ഒരു സംശയതാണ്. ലൈംഗികമായ വികാരം ഒരു പുരുഷന് ഉണ്ടാകുന്ന നേരത്ത് അതിന്റെ മുന്നോടിയായിട്ട് സ്രവിക്കുന്ന ആ സ്രവം, ആ കൊഴുത്ത ദ്രാവകം, അതുകൊണ്ട് കുളിക്കണോന്നാണ് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ചോദ്യം. അതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അദ്ദേഹത്തിന് അത് റസൂലുള്ളാഹിനോട് ചോദിക്കാൻ കഴിയുന്നില്ല, അള്ളാഹിന്റെ റസൂലല്ലേ. അപ്പൊ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ച് മിഖ്ദാദിനെ കൊണ്ട് ചോദിപ്പിക്കുകയാണ്. എന്നാലും ചോദിക്കാതിരുന്നിട്ടില്ല. ലജ്ജയുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചോദിക്കാൻ ചിലപ്പോൾ ലജ്ജ വേണ്ട. സഹാബ വനിതകളിലും ചിലരുണ്ടായിരുന്നു, നേരിട്ട് വന്ന് ചോദിക്കൂല, നമ്മുടെ ഉമ്മമാരോട് ചോദിക്കും. അവരുടെ സ്വകാര്യമായ സംശയങ്ങൾ ചിലപ്പോൾ ഉമ്മാരോട് ചോദിക്കും. എന്നാൽ അൻസാരി സ്ത്രീകൾ അങ്ങനെയൊന്നുമല്ല, അവർ നേരിട്ട് അള്ളാഹിന്റെ റസൂലിനോട് പോയിട്ടാണ് ചോദിക്കും. ചോദിക്കുമ്പോ തന്നെ അവർ ആമുഖം പറയും, പ്രവാചകരെ ഇന്നല്ലാഹ ലാ യസ്തഹീ മിനൽ ഹഖ് എന്നല്ലേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. നല്ല ഹക്ക് ചോദിച്ചറിയണീന് ലജ്ജിക്കണ്ടെന്നല്ലേ, എന്നാ എനിക്കൊരു സംശയം ചോദിക്കാണ്ട് എന്ന് പറഞ്ഞിട്ട് നേർക്ക് നേരാണ് ചോദിക്കും. അത് നല്ല കാര്യം. ഇനി തീരെ ലജ്ജ സമ്മതിക്കുന്നില്ലേ, എന്നാലും ചോദിക്കാതെ കാലം കഴിച്ചു കൂട്ടരുത്. മറ്റൊരാൾ മുഖേനയെങ്കിലും ചോദിച്ചു പഠിക്കണം. ആ കാര്യത്തിൽ ലജ്ജയുണ്ടാക്കാനേ പാടില്ല എന്ന് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. ഇന്ന് തലകുത്തനെയാണ് കാര്യങ്ങൾ, എല്ലാം കീഴ്മേൽ മറിഞ്ഞിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വേണ്ടിടത്ത് ലജ്ജ ഇല്ലേ ഇല്ല, വേണ്ടാത്തിടത്തോ വലിയ ലജ്ജയാണ്. അത് ശൈത്താൻ മനുഷ്യനിൽ ദുർബോധനം നടത്തുന്നതിന്റെ ഫലമായിട്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹു നമുക്ക് നൽകുന്ന ഈ വലിയ ഒരു ഗുണം അത് വേണ്ടിടത്താണ് നിലനിർത്തേണ്ടത്. വേണ്ടാത്തിടത്ത് എങ്ങനെ പഠിക്കുക? ഞാൻ എങ്ങനെയാ ക്ലാസ്സിൽ പോയിരിക്കുക? ചില ആളുകൾക്ക് ഖുർആൻ ക്ലാസ്സിന് വരാനുള്ളൊരു മടിയാണ്. ഞാൻ എങ്ങനെയാണ് ആ ഖുർആൻ ക്ലാസ്സിനൊക്കെ പോയിരിക്കുക? ഇത്രയും കാലമായിട്ട് ഇനി എന്നേക്കാൾ പ്രായം കുറഞ്ഞ കുട്ടിയുണ്ട് തൊട്ടപ്പുറത്തെ കസേരയിൽ. 10 വയസ്സുകാരനുണ്ട്, 12കാരനുണ്ട്, 15കാരനുണ്ട്. അതിൻ്റെ ഒക്കെ ഇപ്പുറത്ത് ബാക്കിലോ മുന്നിലോ ഒക്കെ ആയിട്ട് ഇനി ഒരു കസേരയിൽ ഞാൻ എങ്ങനെ കയറിയിരിക്കും? അവരുടെ കൂടെ ഞാൻ ഇനി എഴുതേ, ഞാൻ പഠിക്കേ, ഞാൻ പരീക്ഷ എഴുതേ. പല ആളുകളുടെയും മനസ്സിലുള്ള ഒരു ചിന്തയാണ്. അതുകൊണ്ട് ക്ലാസ്സിന് വരൂല, പഠിക്കൂല. എന്താ കാരണം? ലജ്ജാശീലം. വേണ്ട. സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ക്ലാസിന്റെ സദസ്സുകളിൽ ആബാല വൃദ്ധം ജനങ്ങളും ഉണ്ടായിരുന്നു. വാപ്പിയുണ്ട്, മോനുണ്ട്, വാപ്പയുമുണ്ട്, ഉമ്മയുണ്ട്, മകനുമുണ്ട്, മകളുമുണ്ട്, എല്ലാവരും ഉണ്ട്. ആ ഒരു യഥാർത്ഥമായ രൂപത്തിൽ ഇൽമിനോടുള്ള മോഹം, ദാഹം, സഹോദരങ്ങളെ, അതിന് ലജ്ജ നമുക്ക് തടസ്സമായി കൂടാ. അതുകൊണ്ട് ലജ്ജ എന്ന് പറയുന്ന ഈ സൽഗുണം വേണ്ടിടത്ത് മാത്രം ഉപയോഗപ്പെടുത്തി വേണ്ടാത്തിടത്ത് അതിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നമ്മുടെ ഈമാനിനെ പരിപോഷിപ്പിക്കുവാനുള്ള ശ്രമങ്ങളിൽ നാം എല്ലാവരും ഭാഗഭാക്കാവുക. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ വിശ്വാസികളിൽ ലജ്ജയുള്ളവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു സമ്പൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات.
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن وسائر بلاد العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.